പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയതിൻ്റെ ബാക്കിയാണ് ഇന്നും വായിക്കുന്നത്. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ, പെരുമ്പടവം ശ്രീധരൻ്റെ നോവലാണ്. 4-ാം അധ്യായം തൊട്ടാണ് ഇന്ന് വായിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലേക്ക് പതുക്കെ പ്രവേശിക്കാം. അധ്യായം 4. ഇടിഞ്ഞ മനസ്സോടുകൂടിയാണ് അന്ന് അന്ന തിരിച്ചുപോയത്. ദസ്തേവ്സ്കിയെക്കുറിച്ചുണ്ടായിരുന്ന സങ്കല്പം ഇതല്ല. എത്ര ക്രൂരവും വന്യവുമായിട്ടാണ് അദ്ദേഹം തന്നോട് പെരുമാറിയതെന്നോർത്ത് അവൾ വളരെ വ്യാകുലപ്പെട്ടു. താൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ദസ്തേവ്സ്കി എന്ന എഴുത്തുകാരൻ്റെ ബിംബം ഇപ്പോൾ അവിടെ തകർന്നു കിടക്കുന്നു. യാതൊരു പരിഗണനയും ഇല്ലാതെയല്ലേ തന്നോട് പെരുമാറിയത്. ഇത്രയ്ക്ക് അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരൻ മറ്റൊരാളെ എങ്ങനെ വേദനിപ്പിക്കുമെന്ന് എങ്ങനെ വിചാരിക്കാനാണ്? സ്നേഹത്തെയും വ്യസനങ്ങളെയും കുറിച്ച് എഴുതുമ്പോൾ ഈ മനുഷ്യൻ ഒരു സ്നേഹദൂതനെ പോലെ തോന്നിപ്പിക്കുന്നു. അങ്ങനെ ഒരു സങ്കല്പമായിരുന്നു അന്നയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ എത്ര പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു. സ്നേഹത്തെയും അതിൻ്റെ വ്യസനങ്ങളെയും കുറിച്ച് എഴുതുമ്പോഴത്തെ എഴുത്തുകാരൻ വേറെ, ആ എഴുത്തുകാരൻ കുടികൊള്ളുന്ന മനുഷ്യൻ വേറെ. ഇനി എന്തു പ്രതിഫലം തരാമെന്ന് വാഗ്ദാനം ചെയ്താലും ആ മനുഷ്യനോടൊന്നിച്ച് ജോലി ചെയ്യുകയെന്നുള്ളത് തന്നെ കൊണ്ട് അസാധ്യമാണെന്ന് അന്ന തീർച്ചപ്പെടുത്തി. അങ്ങനെ ഒരാളിൻ്റെ കൂടെ ജോലി ചെയ്താൽ തൻ്റെ സ്വാതന്ത്ര്യബോധം നഷ്ടപ്പെട്ട് താൻ വെറും ഒരടിമയായി തീരുമെന്ന് അവൾ ഭയന്നു. തൻ്റെ തീരുമാനം അവൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അമ്മയോട് പറയുകയും ചെയ്തു. എനിക്ക് വയ്യമ്മേ ആ ദസ്തേവ്സ്കിയുടെ കൂടെ ജോലി ചെയ്യാൻ. ഞാൻ ഇനി ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോവില്ല. എനിക്ക് അതിൻ്റെ ആദായവും വേണ്ട. അന്നയുടെ അമ്മ സംശയദൃഷ്ടിയോടെ അവളെ നോക്കി. ദസ്തേവ്സ്കിയുടെ സ്റ്റെനോയായി ജോലി കിട്ടിയെന്നും പറഞ്ഞ് ഇന്നലെ ഓൾക്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നപ്പോൾ അവളുടെ സന്തോഷം അമ്മ കണ്ടതായിരുന്നു. ഇപ്പോൾ അതിന് വിപരീതമായ ഒരു മനോഭാവമാണ് അവൾ പ്രകടിപ്പിക്കുന്നത്. എന്താണ് സംഭവിച്ചത് അതിനിടയ്ക്ക്? അന്നയുടെ അമ്മയ്ക്കത് മനസ്സിലായില്ല. അമ്മ പറഞ്ഞു, ഇതാണ് നിന്റെ സ്വഭാവം. 1/2 നിമിഷം മതി മനസ്സ് തകിടം മറിയാൻ. അന്ന പറഞ്ഞു, അതല്ലമ്മേ, ഇത്രയ്ക്ക് കർക്കശനായിട്ട് ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. തെറ്റിച്ചെന്നും എഴുതിയതിന് ഭംഗി പോരെന്നും പറഞ്ഞ് ഒരു ചാട്ടം എൻ്റെ നേരെ. തെറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കറിയാം. ആ മനുഷ്യൻ്റെ മനസ്സ് വേറെ എങ്ങോ ആയിരുന്നു. അതിനെനിക്ക് കുറ്റം. നിന്റെ ഇഷ്ടം പോലെ ചെയ്യെന്നും പറഞ്ഞ് അന്നയുടെ അമ്മ ഉറങ്ങാൻ കിടന്നു. പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിച്ചതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്കുണ്ടെന്ന് അന്നയ്ക്ക് തീർച്ചയായിരുന്നു. അമ്മ അത് പുറമേ കാണിച്ചില്ലെന്ന് മാത്രം. ദസ്തേവ്സ്കിയുടെ സ്റ്റെനോയായി ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇന്നലെ അതൊരു ഭാഗ്യമായി കരുതുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തത് അവൾ ഓർക്കുന്നു. അന്നയ്ക്ക് ഉറക്കം വരുന്നില്ല. അവളുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. ഒരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. ഇനിയും ദസ്തേവ്സ്കിയുടെ അടുത്തേക്ക് പോകണോ? യാത്ര പറയാൻ നേരത്ത് ഒരു ക്ഷമാപണം എന്ന പോലെ ദസ്തേവ്സ്കി പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ മാറ്റൊലി ഉണ്ടാക്കി. സത്യത്തിൽ ചുഴലിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വല്ലാത്ത ഒരാന്തരിക വ്യഥ അദ്ദേഹം അനുഭവിച്ചിരുന്നു. അപ്പോഴത്തെ ആ വലിഞ്ഞു മുറുകിയ ഭാവം ഒതുക്കാൻ വയ്യാത്ത കുറ്റബോധത്തിൻ്റെയും ആത്മനിന്ദയുടെയും ബഹിർസ്ഫുരണമായിരുന്നുവല്ലോ. നേരം വെളുത്തപ്പോഴേക്കും അന്നയുടെ മനസ്സ് മാറി. അന്നേരത്തെ ദേഷ്യത്തിന് ദസ്തേവ്സ്കി എന്തെങ്കിലും പറഞ്ഞെന്നോർത്ത് താനതത്ര കാര്യമാക്കേണ്ടതുണ്ടോ? ചിലപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ പോയ ദൗർബല്യം കൊണ്ടുകൂടിയായിരിക്കാം. അന്ന പോകാൻ ഒരുങ്ങുന്നത് കണ്ടപ്പോൾ അന്നയുടെ അമ്മയ്ക്ക് സന്തോഷമായെന്ന് തോന്നുന്നു. ഒന്നും പറഞ്ഞില്ല. എങ്കിലും അമ്മയുടെ നിശബ്ദമായ സന്തോഷം അവൾ തിരിച്ചറിഞ്ഞു. അന്ന വാതിലിൽ മുട്ടിയപ്പോൾ ഫെദോസിയാണ് വന്ന് വാതിൽ തുറന്നത്. ഓ, ഇന്നലെ വന്ന ആളല്ലേ നീ എന്നൊരു ചോദ്യം ആ വയസ്സിത്തള്ളയുടെ മുഖത്തുണ്ടായിരുന്നു. അവരുടെ ഇടുങ്ങിയ കണ്ണുകളിൽ എന്തോ ഒരു സംശയം തങ്ങി നിൽക്കുന്നു. അന്ന അത് ഗൗനിക്കാൻ പോയില്ല. ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ട് വായിച്ചു കൊണ്ടിരുന്ന പുസ്തകത്തിൽ നിന്ന് ദസ്തേവ്സ്കി മുഖമുയർത്തി നോക്കി. വാതിലിനു പുറത്ത് അന്നയെ കണ്ട് എന്തെന്നില്ലാത്ത ഒരു സന്തോഷത്തോടെ അദ്ദേഹം എഴുന്നേറ്റു. അന്നേരത്തെ സ്നേഹപ്രകടനം കണ്ടപ്പോൾ അന്നയ്ക്ക് അത്ഭുതം തോന്നി. ഇത് ഇന്നലത്തെ ആളല്ല. എന്തൊരു സ്നേഹം, എന്തൊരു സന്തോഷം! അന്ന വരില്ലെന്നോർത്ത് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ എൻ്റെ പെരുമാറ്റം അത്ര മോശമായിരുന്നു. എന്ത് ചെയ്യാം, ചിലപ്പോൾ അങ്ങനെയാണ്. ഒന്നും മനഃപൂർവ്വമല്ല. ഒരാൾക്ക് എപ്പോഴും ഒരേ ആളായിരിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിൽ എപ്പോഴും മാന്യനും നല്ലവനുമായിരിക്കാൻ അസാധ്യമായിരിക്കും ഒരാൾക്ക്. അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും.
എൻ്റെ കാര്യത്തിൽ ഞാൻ മിക്കപ്പോഴും ഒരു കൊള്ളരുതാത്തവനായിരിക്കുന്നതാണ് കുഴപ്പം. അല്ലെങ്കിൽ സോണിയയെ പോലെ മാന്യയായ ഒരു യുവതിയോട് എത്ര മോശമായി പെരുമാറുവാൻ ആർക്കെങ്കിലും തോന്നുമോ? ഞാൻ മോശടൻ, വൃത്തികെട്ടവൻ, മര്യാദയില്ലാത്തവൻ. എന്നോട് ക്ഷമിക്ക് സോണിയ, എന്നോട് ക്ഷമിക്ക്. അന്നയ്ക്ക് ചിരി വന്നു. എൻ്റെ പേര് സോണിയ എന്നല്ല, ഞാൻ അന്നയാണ്. വലിയൊരു അബദ്ധം പിടഞ്ഞതുപോലെ ദസ്തേവ്സ്കി സ്വന്തം തലയ്ക്ക് അടിച്ചു. അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട്, അന്ന ഗ്രിഗറിവ്ന സ്നിറ്റ്കിന. ഞാൻ ഇന്നലെ ആ പേര് പലവട്ടം എൻ്റെ മനസ്സിൽ പറഞ്ഞു. എന്നിട്ടും പെട്ടെന്നൊരു മറവി. എൻ്റെ കുഴപ്പങ്ങൾ മനസ്സിലായിക്കോളും അന്നയ്ക്ക്. അപ്പോൾ മറ്റൊരു സംഗതി ഓർത്ത് അന്ന ഉള്ളാലെ ചിരിച്ചു. എനിക്ക് മറ്റൊരു പേരുണ്ട്, നെഡോച്ക. എൻ്റെ പിതാവ് ചിലപ്പോൾ എന്നെ അങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു, ഒരു ഓമന പേരായിട്ട്. എൻ്റെ പിതാവിന് ഈ നെഡോച്കായെ കിട്ടിയത് എവിടുന്നാണെന്ന് അറിയാമോ? ഫൈദോർ മിഖലയോവിച്ച് ദസ്തേവ്സ്കിയുടെ നെഡോച്ക നെസ്വാനോവ എന്ന കഥയിൽ നിന്ന്. അന്ന അത് മനസ്സിൽ ഓർത്തതേയുള്ളൂ, പറഞ്ഞില്ല. അതിനു മുമ്പേ ദസ്തേവ്സ്കി വീണ്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റുപറച്ചിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ ഇനിയും അങ്ങനെ വല്ല ഭ്രാന്തും കാണിച്ചെന്നിരിക്കും. അന്ന അതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. എൻ്റെ കുറ്റങ്ങൾ ക്ഷമിക്കാൻ മാത്രം സ്നേഹം എന്നോട് എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആദ്യമേ അപേക്ഷിക്കുന്നു. പലതരം കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോന്ന ഒരാളാണ് ഞാൻ. ഞാൻ അനുഭവിച്ചതിൻ്റെ പകുതി കഷ്ടതകൾ അനുഭവിച്ച ഒരാൾ ഉണ്ടെന്ന് വിചാരിക്ക്. തീർച്ചയായും അയാൾ ഒരു മുഴുഭ്രാന്തനായിരിക്കും. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ ഭ്രാന്തിൻ്റെ വക്കിൽ പിടിച്ചു നിൽക്കുന്നു. അതിൽ വീഴാതെ, അല്ലെങ്കിൽ മുഴുവനായിട്ടങ്ങ് മുങ്ങിപ്പോകാതെ. മന്ദസ്മിതത്തോടെ അന്ന പറഞ്ഞു. ഓ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടുമില്ല. ആകാശത്തിൻ്റെ നേർക്ക് കണ്ണുകൾ ഉയർത്തി ദസ്തേവ്സ്കി കുരിശു വരച്ചു. ദൈവത്തിനു നന്ദി. ഞാൻ പറഞ്ഞാൽ അന്ന വിശ്വസിക്കുമോ? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. അന്നയെ ഓർത്തുകൊണ്ട് കിടക്കുകയായിരുന്നു. അന്നയെ ഓർത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അന്നയോട് മോശമായി പെരുമാറിയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട്. കുറ്റബോധം കൊണ്ട് ഞാൻ ഏതാണ്ട് കരച്ചിലിൻ്റെ വക്കുവരെ എത്തി. ഞാൻ എന്തിനാണ് നുണ പറയുന്നത്? എനിക്കതിൻ്റെ ആവശ്യമില്ല. ദൈവം സാക്ഷി, ദൈവം ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഏതാണ്ട് അർദ്ധരാത്രി വരെ. തീർച്ചയായിട്ടും അതെനിക്കുറപ്പാണ്. ഒരാൾ സ്വന്തം പിഴ ഏറ്റുപറയുന്നതിൽ എന്താണ് അസ്വാഭാവികമായിട്ടുള്ളത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. നോക്കൂ, അന്നയ്ക്ക് സമ്മതമാണെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അന്നയുടെ മുമ്പിൽ മുട്ടുകുത്താം. അന്ന വിലക്കി. വേണ്ട വേണ്ട, അതിന് മാത്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നോട്. ഉവ്, ദസ്തേവ്സ്കി പറഞ്ഞു. ഞാൻ അന്നയെ ആക്ഷേപിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അന്നേരം ഏതോ ചെകുത്താൻ എന്നെ പിടികൂടിയിരുന്നെന്നാണ് തോന്നുന്നത്. ഏതായാലും അന്ന അതൊക്കെ മറന്നു കളയൂ. ഞാനതൊക്കെ എപ്പോഴേ മറന്നു? അന്ന പറഞ്ഞു. അല്ലെങ്കിൽ വീണ്ടും ഞാൻ വരുമോ? അതിനു മുമ്പ് ആരും എൻ്റെ തെറ്റുകൾക്ക് എന്നോട് ക്ഷമിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ആരും എൻ്റെ തെറ്റുകൾക്ക് എന്നോട് ക്ഷമിച്ചിട്ടില്ല, ദസ്തേവ്സ്കി പറഞ്ഞു. എല്ലാവരും എന്നെ വിചാരണ ചെയ്യുകയും പീഡിപ്പിക്കുകയുമാണ് ചെയ്തത്. അതിൻ്റെ ഓർമ്മ അതിപ്പോഴും എന്നെ അലട്ടുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അന്നയ്ക്ക് മനസ്സിലാവില്ല. അതെന്താ? അതൊക്കെ ഒരു മനുഷ്യാത്മാവിൻ്റെ കുരിശുമരണങ്ങളാണ്. അതായത് ഞാൻ ഒരു ക്രിസ്തുവാകാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കരുത്. അത്രയ്ക്കുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, മറ്റുള്ളവർ ഒരാളെ വിധിക്കുമ്പോൾ അയാൾ എന്തനുഭവിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ടാണോ? ആവോ, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഒരു നിമിഷം എന്തോ ആലോചിച്ചതിനു ശേഷം ദീർഘനിശ്വാസത്തോടെ ദസ്തേവ്സ്കി പറഞ്ഞു. ഞാൻ എന്നെ ന്യായീകരിക്കാൻ ഒന്നും ഒരുപ്പെടുന്നില്ല. കുറ്റം മുഴുവൻ എൻ്റേതായിരിക്കാം. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ആരുടെയെങ്കിലും മുമ്പിൽ ചെന്ന് മുട്ടുകുത്തി നിന്ന് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്നേറ്റു പറയണമെന്ന്. എന്തിന്? അതൊക്കെ പറഞ്ഞാൽ ധാരാളം പറയേണ്ടി വരും. ആർക്ക് അതൊക്കെ കേൾക്കാൻ ക്ഷമയുണ്ടാവുക? അന്ന മന്ദഹസിച്ചു. ഒരാളെങ്കിലും ഉണ്ടെന്ന് വിചാരിക്ക്. ദസ്തേവ്സ്കി നിഷേധാർത്ഥത്തിൽ തലയനക്കി. വേണ്ട, ഇനി അതൊന്നും വിസ്തരിക്കാതിരിക്കുകയാണ് നല്ലത്. ഒരാൾ ചീത്ത ജീവിതം ജീവിച്ചതും പോരാ, പിന്നെ അതൊക്കെ മറ്റുള്ളവരെ വർണ്ണിച്ചു കേൾപ്പിക്കാനും നിൽക്കണോ? ചുരുക്കത്തിൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പലപ്പോഴും എൻ്റെ ജീവിതം കുത്തഴിഞ്ഞ രീതിയിലാണ് കഴിഞ്ഞു പോകുന്നത്.
തീരെ അപൂർവമായിട്ട് മാത്രമാണ് ഞാൻ എൻ്റേത് മാത്രമായിരിക്കുക. അന്ന അകത്തു കയറി മുറി മുഴുവൻ നോക്കി. മേശപ്പുറത്ത് പുസ്തകങ്ങൾ ചിതറിക്കിടക്കുന്നു. എന്തായിരുന്നു ദസ്തേവ്സ്കി വായിച്ചു കൊണ്ടിരുന്നത്? അന്ന ആ പുസ്തകം എഴുത്തു നോക്കി. പുഷ്കിൻ്റെ കവിതകളായിരുന്നു. അടുത്തു വന്ന് ആ പുസ്തകം കയ്യിലെടുത്ത് ദസ്തേവ്സ്കി പറഞ്ഞു, ഞാൻ പുഷ്കിനെ വായിക്കുകയായിരുന്നു. ഇടയ്ക്ക് ചോദിക്കട്ടെ, അന്നയ്ക്ക് പുഷ്കിൻ്റെ കവിത ഇഷ്ടമാണോ? അന്ന പറഞ്ഞു, ഞാൻ നോവലുകളാണ് വായിക്കാറ്. അതുപോരാ, കവിത വായിക്കണം. പുസ്തകത്തിൻ്റെ മറഞ്ഞുപോയ താളുകൾ ഒതുക്കി പിടിച്ച് ദസ്തേവ്സ്കി പറഞ്ഞു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുഷ്കിനെ വായിക്കും. അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ മുഴക്കങ്ങൾ എനിക്ക് കേൾക്കാം. 1-2 കടലാസുകൾ മറിച്ച് ദസ്തേവ്സ്കി അഗാധമായ ഒരു ഭാവത്തോടെ പുഷ്കിൻ്റെ ഒരു കവിത വായിച്ചു. പകലുകൾ ഇഴഞ്ഞു നീങ്ങുന്നു. ഓരോ നിമിഷവും എൻ്റെ വ്രണിത ഹൃദയത്തിൽ ദൗർഭാഗ്യകരവും തമോജടിലവുമായ ഒരു പ്രേമത്തിൻ്റെ വിഷാദവും വ്യഥയും ഘനീഭവിപ്പിക്കുന്നു. നിദ്രാവിഹീനങ്ങളായ സ്വപ്നങ്ങളെ പ്രേതബാധോപമങ്ങളായ ഉന്മാദ സ്വപ്നങ്ങളെ ജനിപ്പിക്കുന്നു. എങ്കിലും എനിക്ക് പരാതിയില്ല. പകരം ഞാൻ കരയുന്നു. കണ്ണുനീർ എനിക്ക് ആശ്വാസമായി തീരുന്നു. അവ എന്നെ സാന്ത്വനിപ്പിക്കുന്നു. ദുഃഖത്തിൻ്റെ തടവിൽ കിടക്കുന്ന എൻ്റെ ആത്മാവ് അഗാധവും തിക്തവുമായ ഒരു ആനന്ദം കണ്ണുനീരിൽ കണ്ടെത്തുന്നു. ഞാൻ പറയുന്നത് സത്യമാണ്. ജീവിതമേ കടന്നുപോകൂ. പൊള്ളയായ മായാരൂപമേ വരൂ. പറന്നു പറന്ന് ഇരുളിൻ്റെ ഏകാന്ത ശൂന്യതയിൽ മറയൂ. പ്രേമത്തിൻ്റെ അനന്തമായ കഠിനവേദന എനിക്ക് പ്രിയങ്കരമാണ്. എൻ്റെ പ്രേമം പോലെയാണ് എൻ്റെ മരണവുമെങ്കിൽ ഞാൻ മരിച്ചു കൊള്ളട്ടെ. കവിത വായിച്ചു തീർത്തതിനു ശേഷം ദസ്തേവ്സ്കി നിശ്ചലമായ ഒരു ഭാവത്തോടെ അന്നയുടെ നേരെ നോക്കി. അവളും അതേ ഭാവത്തോടെ ദസ്തേവ്സ്കിയുടെ നേരെ നോക്കി. അങ്ങനെ ഒരു നിമിഷം നിശബ്ദമായി കടന്നുപോയി. പിന്നെ ദസ്തേവ്സ്കി പുസ്തകം മടക്കി മേശപ്പുറത്ത് വെച്ചു. അന്ന പറഞ്ഞു, ഞാൻ തയ്യാറാണ്. പറഞ്ഞു തന്നെങ്കിൽ ഞാൻ എഴുതിയേനെ. അപ്പോഴാണ് ദസ്തേവ്സ്കി ഓർക്കുന്നത് അന്ന എന്തിനാണ് വന്നതെന്ന്. ഓ, ഞാനത് മറന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്തോ കുഴപ്പമുണ്ട്. നോട്ട് ബുക്കും മറ്റും മേശപ്പുറത്ത് വെച്ചതിന് ശേഷം അന്ന അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു. ഇളകി തുടങ്ങിയ ഒരു പഴയ കസേരയായിരുന്നു അത്. അപ്പോൾ ജനലിനോട് ചേർന്നുള്ള കസേര ചൂണ്ടിക്കാട്ടി ദസ്തേവ്സ്കി പറഞ്ഞു, അന്ന എങ്ങോട്ടിരിക്കൂ, അതാണ് സൗകര്യം. അവിടെ ഇരുന്നാണ് ഞാൻ എഴുതാറ്. അന്ന എഴുന്നേറ്റ് ജനലിനോട് ചേർന്നു കിടന്ന കസേരയിൽ ചെന്നിരുന്നു. അന്നേരം എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നി അന്നയ്ക്ക്. അനുഗ്രഹീതനായ ദസ്തേവ്സ്കി ഇരുന്നെഴുതുന്ന കസേരയിലാണ് താൻ ഇരിക്കുന്നത്. ഈ കസേരയിൽ ഇരുന്നാണ് ദസ്തേവ്സ്കി കുറ്റവും ശിക്ഷയും എഴുതിയത്. കുറേ നേരം നെറ്റിക്ക് കൈയും കൊടുത്ത് ദസ്തേവ്സ്കി ഏതോ ചിന്തയിൽ മുഴുകിയതുപോലെ ഇരുന്നു. അന്ന വിചാരിച്ചത് എഴുതാൻ പോകുന്ന നോവലിനെ പറ്റി ചിന്തിക്കുകയാണെന്നാണ്. കുറേ നേരം ഇങ്ങനെ ഇരുന്നതിന് ശേഷം ദസ്തേവ്സ്കി പറഞ്ഞു, അന്നയുടെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇന്നലെ സന്ധ്യയ്ക്ക് ഞാൻ അവിടെ വന്നേനെ ക്ഷമ ചോദിക്കാൻ. അന്ന വിസ്മയത്തോടെ ദസ്തേവ്സ്കിയെ നോക്കി. അത് ഇതുവരെ മറന്നില്ലേ? അതാണോ ഇത്രയും നേരം ഓർത്തും കൊണ്ടിരുന്നത്? സിഗരറ്റ് കത്തിച്ച് പുകയെടുത്തതിന് ശേഷം ദസ്തേവ്സ്കി ചോദിച്ചു, അന്നയുടെ വീട് എവിടെയാണെന്നാണ് പറഞ്ഞത്? അവൾക്ക് ചിരി വന്നു. വീട് എവിടെയാണെന്ന് ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ല, പറഞ്ഞുമില്ല. എന്നിട്ടും മറന്നുപോയതാണെന്നാണ് വിചാരം. അന്ന പറഞ്ഞു, പെസ്കിയിൽ. അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഇതിനു മുമ്പെങ്ങും കേട്ടിട്ടില്ലാത്ത ഭാവത്തോടെ ദസ്തേവ്സ്കി ചോദിച്ചു, അതെവിടെയാണ്? ഇവിടെ ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ തന്നെയാണോ? ചിരിച്ചുകൊണ്ട് അന്ന തലയാട്ടി. അപ്പോഴേക്കും ഫെദോസ്യ കട്ടൻ ചായ കൊണ്ടുവന്നു. ഈ നേരത്തെ ദസ്തേവ്സ്കിക്ക് അത് നിർബന്ധമായിരിക്കും. ഫെദോസ്യ ഒരു കപ്പെടുത്ത് അന്നയ്ക്ക് കൊടുത്തു. സാമാന്യത്തിലധികം കടുപ്പമുണ്ടായിരുന്നു ആ കട്ടൻ ചായയ്ക്ക്. എങ്കിലും പാകത്തിന് മധുരമുണ്ടായിരുന്നതുകൊണ്ട് കുടിക്കാൻ വിഷമം തോന്നിയില്ല. ചായ കുടിച്ചു കഴിഞ്ഞ് ദസ്തേവ്സ്കി വീണ്ടും ഒരു സിഗരറ്റ് കത്തിച്ചു. വീണ്ടും കുറേ നേരം ചിന്തിച്ചിരുന്നതിന് ശേഷം ദസ്തേവ്സ്കി പറഞ്ഞു, ഒരു ചൂതാട്ടക്കാരൻ്റെ കഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഥ മുഴുവൻ മനസ്സിലുണ്ട്. ഒന്ന് തുടങ്ങിക്കിട്ടാനാണ് വിഷമം. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം? എഴുതി തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ ഒരു വേവലാതി എനിക്ക് പതിവാണ്.
അന്ന വെറുതെ വിരലുകളിൽ ഞൊട്ട പൊട്ടിച്ചുകൊണ്ട് ദസ്തേവ്സ്കി ഇനിയും എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ കാത്തിരുന്നു. വീണ്ടും നിശബ്ദതയുടെ ഒരിടവേളയ്ക്ക് ശേഷം ദസ്തേവ്സ്കി താൻ എഴുതാൻ പോകുന്ന നോവലിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. എൻ്റെ രണ്ടാമത്തെ യൂറോപ്പ് സന്ദർശനകാലത്തെ ചില അനുഭവങ്ങളാണ്. അന്നയോട് എല്ലാം തുറന്നു പറയുകയാണ്, ഒന്നും ഒളിക്കാതെ. എൻ്റെ ചുഴലിദീനത്തിന് ചികിത്സിക്കാനെന്നും പറഞ്ഞാണ് ഞാൻ പോയത്. സത്യത്തിൽ അവിടുത്തെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ ഭാഗ്യം പരീക്ഷിക്കുകയായിരുന്നു ഉദ്ദേശം. അത് പറയുവാനൊക്കുമോ മറ്റുള്ളവരോട്? വെയ്സ്ബാഡനിലെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ കളി ഞാൻ കുറേ കണ്ടു. നേടുന്നവരെക്കാൾ കൂടുതൽ നഷ്ടപ്പെടുന്നവരാണ്. നഷ്ടപ്പെടലെന്ന് പറയുമ്പോൾ അതൊരു മഹായുദ്ധത്തിലെ തോൽവി പോലെയാണ്. ചൂതാട്ടത്തെയും ചൂതാട്ട കേന്ദ്രങ്ങളെയും കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ദസ്തോവ്സ്കിയുടെ വാക്കുകളിൽ കൂടുതൽ ആവേശം പ്രകടമായി. ആന്തരികമായ ഒരു തള്ളൽ കൊണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു പിണിയാളിനെ പോലെ ആയിത്തീർന്നു. നോവലിന് ആസ്പദം തൻ്റെ രണ്ടാമത്തെ യൂറോപ്പ് സന്ദർശനത്തിൻ്റെ അനുഭവങ്ങളാണെന്ന് പറഞ്ഞെങ്കിലും ആ യാത്രയുടെ പിന്നിലെ രഹസ്യങ്ങൾ ദസ്തേവ്സ്കി ഒളിച്ചു പിടിച്ചു. രഹസ്യങ്ങളെന്ന് പറയുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹബന്ധവും പെടും. ദസ്തേവ്സ്കി കോളേജ് വിദ്യാർത്ഥിനിയായ പോളിന സുസ്ലോവയെ കണ്ടുമുട്ടുമ്പോൾ അവൾക്ക് 20 വയസ്സായിരുന്നു. ദസ്തോവ്സ്കിക്ക് 40. യൗവനത്തിൻ്റെ ദാഹങ്ങൾ ഹൃദയത്തിൽ കത്തിനിന്ന കാലത്ത് ഒരു മരുഭൂമിയിലൂടെ ആയിരുന്നുവല്ലോ തൻ്റെ യാത്ര. അതിൻ്റെ ഓർമ്മ ഒരു വിഷാദം പോലെ ദസ്തേവ്സ്കിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. മൃഗതൃഷ്ണകൾ മരുഭൂമിയിലെ സഞ്ചാരിയെ കബളിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ തൻ്റെ അനുഭവം അങ്ങനെ ആയിരുന്നെന്ന് ഇപ്പോൾ വേദനയോടെ ഓർക്കുന്നു. സ്നേഹപരാജയങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും നീറ്റൽ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോളിന ഒരു സ്വപ്നം പോലെ ദസ്തോവ്സ്കിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സ്നേഹത്തോടെ, ആരാധനയോടെ, ഒരു സ്വപ്നം പോലെ എന്ന് പറഞ്ഞത് അർത്ഥപൂർണമാണ്. അവൾ അങ്ങനെയായിരുന്നു. മുമ്പെന്നോ ഇടതുപക്ഷ ബുദ്ധിജീവികളുടെ ഒരു യോഗത്തിൽ വെച്ച് തന്നെ കണ്ടിട്ടുണ്ടെന്ന് പോളിന സുസ്ലോവ പറഞ്ഞപ്പോൾ ദസ്തോവ്സ്കിക്ക് അത് ഓർമ്മയിൽ വരുന്നില്ല. കാലത്തിൽ പ്രസിദ്ധീകരിക്കാൻ ഒരു കഥയുമായി വന്നപ്പോഴാണ് ആ സൗന്ദര്യജ്വാല കണ്ണഞ്ചിപ്പിച്ചത്. പിന്നെ അതൊരടുപ്പമായി തീർന്നു. വെറുതെ അടുപ്പമെന്ന് പറഞ്ഞാൽ പോരാ, ഹൃദയംഗമായ ഒരടുപ്പം. ഒരു ചുഴലിക്കാറ്റ് പോലെയായിരുന്നു ആ സ്നേഹം. അത്ര പ്രചണ്ഡമായിട്ട്, അത്ര പ്രക്ഷുബ്ധമായിട്ട്, അത്ര വികാരതീക്ഷ്ണമായിട്ട്. എന്നിട്ടും ഇടയ്ക്ക് വെച്ച് ആ സ്നേഹബന്ധത്തിലും വിള്ളലുകളുണ്ടായി. പലതരം നൂലാമാലകൾ അതിലുടക്കിക്കിടന്നു. അതൊക്കെ അഴിച്ചും വേർപെടുത്തിയും എടുക്കുക അത്ര എളുപ്പമല്ല. അവൾ പെട്ടെന്ന് പാരീസിലേക്ക് പോയപ്പോൾ താൻ വീണ്ടും അത്യഗാധമായ ഒരു ശൂന്യതയിൽ വീണിരിക്കുന്നുവെന്ന് ദസ്തേവ്സ്കിക്ക് തോന്നി. അനുനിമിഷം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഭാര്യയെ തനിച്ചാക്കിയിട്ട് ദസ്തേവ്സ്കി അടങ്ങാത്ത ഹൃദയതൃഷ്ണകളോടെ പോളിനയുടെ അടുത്തേക്ക് യാത്രയായി. യാത്രക്കിടയിൽ ചൂതുകളിയെക്കുറിച്ചുള്ള ഓർമ്മ വഴിതെറ്റിച്ചു. ചെന്നെത്തിയതോ വെയ്സ്ബാഡയിലെ ചൂതുകളി കേന്ദ്രത്തിൽ. വാച്ചും മോതിരവും ഒക്കെ പണയം വെച്ച് പോലും കളിച്ചു. ഒരിക്കൽ കിട്ടും, ഒരിക്കൽ പോകും. നേടുമ്പോൾ അമിതമായി സന്തോഷിക്കുകയോ നഷ്ടപ്പെടുമ്പോൾ വ്യാകുലപ്പെടുകയോ ചെയ്യുന്നില്ല. കളിയിലെ ലഹരിയാണ് പ്രധാനം. ചിലപ്പോൾ വിചാരിക്കും ഈ കളി തന്നെ തെണ്ടിയും നിന്ദനമാക്കി തീർക്കുമെന്ന്. എന്നുവെച്ച് അതിൽ നിന്ന് പിന്തിരിയാൻ കഴിയുന്നുണ്ടോ? ചതുപ്പിൽ നിന്ന് കാൽ വലിച്ചൂരാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രഹസ്യങ്ങളിൽ ഒന്നും സ്പർശിക്കാതെ വെയ്സ്ബാഡനിലെ ചൂതുകളി കേന്ദ്രങ്ങളിലെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ ഓർമ്മകളുടെ തണലിൽ ദസ്തേവ്സ്കി ഒരു നിമിഷം നിന്നു. പിന്നെ അന്നയുടെ നേരെ തിരിഞ്ഞു. അന്നയ്ക്ക് എത്ര വയസ്സായി? അങ്ങനെ ഒരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ അന്താളിപ്പോടെ അവൾ മിഴിച്ചു നോക്കി. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാൾ വയസ്സ് ചോദിച്ചതിന് അങ്ങനെ അന്താളിക്കുന്നത് എന്തിനെന്ന് സ്വയം ശാസിച്ചുകൊണ്ട് അവൾ വയസ്സ് പറഞ്ഞു. 20. അന്നേരം ഒരഭിനന്ദനം പോലെ ദസ്തോവ്സ്കി പറഞ്ഞു, ഞാൻ ഊഹിച്ചത് തന്നെ. വീണ്ടും കുറേ നേരം ദൂരെ ശൂന്യതയിൽ എവിടെയോ നോക്കി നിന്നതിനു ശേഷം ദസ്തേവ്സ്കി അവളുടെ നേരെ മുഖം തിരിച്ചു. സാരമില്ല, നോവൽ എങ്ങനെയായാലും നമുക്ക് നാളെ തുടങ്ങാം. ഇന്നൊരു വെളിപാട് കിട്ടുന്നില്ല. വരൂ, കുറച്ചു ദൂരം ഞാനും വരാം അന്നയുടെ കൂടെ. അവർ കോണിപ്പടി ഇറങ്ങുമ്പോൾ അടുക്കളവാതിലിൻ്റെ പിന്നിൽ ഫെദോസ്യ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വഴിയരികിലൂടെ ഒന്നിച്ചു നടക്കുമ്പോൾ വീണ്ടും ദസ്തേവ്സ്കി
താൻ എഴുതാൻ പോകുന്ന നോവലിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ ആത്മാംശങ്ങൾ കൂടി കൊടുത്ത് ഒരു ചൂതുകളിക്കാരനെ സൃഷ്ടിക്കുക, അങ്ങനെയാണ് അതെൻ്റെ മനസ്സിൽ രൂപം കൊള്ളുക. വായിക്കുന്നവർക്ക് തോന്നിയേക്കും യാതൊരു ഭ്രാന്തിൻ്റെ ദുരന്തമാണെന്ന്. ആയിരിക്കാം. എങ്കിലും അതുമാത്രവുമല്ല, അന്ന ആലോചിച്ചിട്ടുണ്ടോ? ഐശ്വര്യവും സൗന്ദര്യവും സ്ഥാനമാനവും ഒക്കെ അർഹിക്കുന്നവർക്കല്ല കിട്ടുന്നത് എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും ജീവിതത്തിൻ്റെ കാര്യത്തിലും എവിടെയും ഒരു യുക്തിഭംഗമുണ്ട്, ഇല്ലേ? ഞാൻ ദൈവത്തെ വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്. ജീവിതം അങ്ങനെയാണ്. പിന്നെ ചൂതുകളിയെക്കുറിച്ചും തെറ്റിദ്ധാരണകളുണ്ട്. ആലോചിച്ചു നോക്കുമ്പോൾ ഈ ലോകം തന്നെ ഒരു ചൂതുകളി സ്ഥലമല്ലേ? ചിലർ നേടുന്നു, ചിലർക്ക് നഷ്ടപ്പെടുന്നു. ഭാഗ്യനിർഭാഗ്യങ്ങളുടെ രഹസ്യം എന്താണ്? ഓർത്തു നോക്കുമ്പോൾ എല്ലാം ഒരു യാദൃച്ഛികതയല്ലേ? ഒരിക്കൽ നിറതോക്കിനു മുമ്പിൽ മരണം കാത്തുനിന്ന ദസ്തേവ്സ്കി ഒടുവിൽ എങ്ങനെയോ അത്ഭുതകരമായി രക്ഷപ്പെട്ടെന്ന് അന്ന കേട്ടിട്ടുണ്ടായിരുന്നു. ദസ്തേവ്സ്കിയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ആ കഥയും അവൾ ഓർക്കും. ഒരു നിമിഷം അവൾ സംശയിച്ചു. അതിനെക്കുറിച്ച് ചോദിച്ചാൽ ദസ്തേവ്സ്കിക്ക് ഇഷ്ടമാകുമോ? അദ്ദേഹം അത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ? അങ്ങനെയൊക്കെ സംശയിച്ചെങ്കിലും അന്നയുടെ മനസ്സ് മൗനം ദീക്ഷിക്കാൻ സമ്മതിച്ചില്ല. വഴിയിൽ ഒരു വളവ് തിരിയുമ്പോൾ അവൾ ചോദിച്ചു, എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കൽ പട്ടാളക്കാരുടെ തോക്കിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടതാണെന്ന്. നേരാണോ? നേരാണോ എന്ന് ദസ്തോവ്സ്കി മുഖം തിരിച്ച് അവളുടെ നേരെ നോക്കി. ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവത്തെയും കടന്നു പോകുന്നു. ഓർത്തു നോക്ക്, മരണം തൊട്ടടുത്ത്, ഒരു നിമിഷത്തിൻ്റെ അകലത്തിൽ. പിന്നെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ പറയുന്ന വികാരത്തോടെ ദസ്തേവ്സ്കി അന്നയ്ക്ക് ആ കഥ വിവരിച്ചു കൊടുത്തു. സാർ ചക്രവർത്തിമാർക്കെതിരെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പെട്രോഷെവ്സ്കിയുടെയും മറ്റും കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെന്ന് വിചാരിച്ചായിരുന്നു അറസ്റ്റ്. അന്ന് 21 വയസ്സാണ് ദസ്തേവ്സ്കിക്ക്. ബെലിൻസ്കിയിൽ നിന്നൊക്കെ അകന്നു ഒറ്റപ്പെട്ടു നടക്കുന്ന കാലം. അങ്ങനെയാണ് പെട്രോഷെവ്സ്കിയുടെ ഗ്രൂപ്പിൽ ചെന്നുപെട്ടത്. ദസ്തേവ്സ്കിക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നും ഇല്ല എങ്കിലും ചക്രവർത്തിയുടെ ചാരന്മാർക്ക് തോന്നിയത് മറിച്ചാണ്. തീയതിയൊക്കെ ഓർക്കുന്നുണ്ട്. 1849 ഏപ്രിൽ 23. പെട്രോഷെവ്സ്കിയുടെ കേന്ദ്രത്തിൽ നിന്നും മടങ്ങിയെത്തി ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ നേരം വെളുക്കാറായിരുന്നു. ഒന്നു മയങ്ങി വാതിലിൽ ശക്തിയായി ഇടിക്കുന്നത് കേട്ട് ഞെട്ടി ഉണർന്നപ്പോൾ കണ്ടതെന്താണ്? പുറത്ത് പോലീസ്, പിന്നെ അവരുടെ കൂടെ ജയിലിലേക്ക്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് താൻ മാത്രമല്ല, പെട്രോഷെവ്സ്കി സംഘത്തിലെ 34 പേരുണ്ട്. രാജ്യദ്രോഹ കുറ്റം, തുടർന്ന് വിചാരണയും വിധിയുമൊക്കെയായി. കോട്ടമുറിയിലെ ഏകാന്ത തടവ്. ഒടുവിൽ അതിൽ 15 പേരെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവായി. അപ്പോഴും കുലുക്കമൊന്നും തോന്നിയില്ല. കൊടുങ്കാറ്റിൻ്റെയോ ഭൂകമ്പത്തിൻ്റെയോ നടുവിൽ പോലും നിർവികാരനായി നിൽക്കാൻ കഴിയും. അതല്ല കുഴപ്പം. ചിലപ്പോൾ നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കും. പട്ടാളക്കാരുടെ കവാത്ത് മൈതാനത്ത് കൈകാലുകളിൽ പൂട്ടപ്പെട്ട ചങ്ങലകളോടെ നിന്നു. സംഗതി തീരാൻ പോവുകയാണെന്ന് ദൂരെ ഒരിടത്ത് 10-15 ശവപ്പെട്ടികൾ നിരത്തി വച്ചിരിക്കുന്നു. അന്ത്യകൂദാശയ്ക്ക് വൈദികർ വന്നു. കുരിശിൽ മുത്തിയപ്പോൾ ജീവിതത്തിൽ അന്നാദ്യമായി ക്രിസ്തുവിനെ ചുംബിക്കുന്നത് പോലെ തോന്നി. പട്ടാളക്കാർ തോക്കിൽ ഉന്നം പിടിച്ചു. പള്ളിഗോപുരത്തിൻ്റെ മുകളിലെ ആകാശത്തിലായിരുന്നു ദസ്തോവ്സ്കിയുടെ ദൃഷ്ടി. ഭൂമിയിൽ തൻ്റെ അവസാന നിമിഷം. അപ്പോൾ അശ്വാരൂഢനായ ഒരു ഭടൻ വരുന്നു, വെള്ളത്തുവാല വീശിക്കൊണ്ട്. കൊല്ലണ്ട, കഠിന തടവ് മതിയെന്ന്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും അർത്ഥം ഒന്നു തന്നെയാണെന്ന് അന്നേരം കരയണോ ചിരിക്കണോ എന്നറിയില്ലായിരുന്നു. ആ നിമിഷത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ വല്ലാത്ത ഒരു സ്തോഭത്തോടെയാണ് അന്ന ആ കഥ കേട്ടത്. ദസ്തേവ്സ്കിക്ക് യാതൊരു ഭാവഭേദവുമില്ല. ഒരു ശരാശരി മനുഷ്യന് ആ നിമിഷങ്ങളിൽ ഉണ്ടാകാവുന്ന വികാര വിക്ഷോഭം ഒട്ടുമില്ല. എന്നാൽ ഒരു മന്ദസ്മിതം മുഖത്തുണ്ടു താനും. ഇപ്പോൾ അത് ഓർക്കാൻ രസമുണ്ട്, ദസ്തേവ്സ്കി പറഞ്ഞു. പക്ഷേ മരണത്തിൻ്റെ നിമിഷങ്ങളിലോ? അന്ന കേൾക്കൂ. ഞങ്ങളെ തൂണിൽ നിന്ന് അഴിച്ചപ്പോൾ ഒരാൾക്ക് ഭ്രാന്ത് വന്നു. ഒരാൾ ബോധം കെട്ടു വീണു. തൻ്റെ മരണത്തെക്കുറിച്ചോർത്ത് തലേ ദിവസം ഒറ്റ രാത്രി കൊണ്ട് ഒരാളുടെ മുടി മുഴുവൻ നരച്ചു. പൊങ്ങച്ചം പറയുകയാണെന്ന് വിചാരിക്കരുത്. മരണം കാത്തു നിൽക്കുമ്പോൾ തലേന്നെഴുതിയ കഥയെക്കുറിച്ച് ആരോടെങ്കിലും ഒന്നു പറയാൻ കഴിയാത്തതിൻ്റെ വീർപ്പുമുട്ടലായിരുന്നു എനിക്ക്. അന്ന അത്ഭുതത്തോടെ ദസ്തേവ്സ്കിയെ നോക്കി. എന്തൊരു മനുഷ്യനാണിത്! മരണത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ ജീവിതത്തെക്കുറിച്ചല്ലേ ഓർക്കുന്നത്? പെട്ടെന്ന് മരണം കാത്തു നിൽക്കുമ്പോൾ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിലെ റസ്കോൾനിക്കോവിൻ്റെ
ചിന്ത അന്നയ്ക്ക് ഓർമ്മ വന്നു. കുറേ നാൾ മുമ്പ് വായിച്ചതാണ്, എന്നിട്ടും അത് ഓർമ്മയിൽ കത്തി നിൽക്കുന്നു. മരണം, മരണം. മരണത്തിൽ നിന്ന് രക്ഷ കിട്ടുമെങ്കിൽ എവിടെയും എങ്ങനെയും ജീവിക്കാം. പർവ്വതങ്ങളുടെ ഉച്ചിയിൽ, ഒരു കഷണം കല്ലിൽ, ഒരു പാറയുടെ മുനമ്പിൽ, ഒരഗാധ ഗർത്തത്തിൻ്റെ വിളുമ്പിൽ, സമുദ്രത്തിനു മുകളിൽ, അറുതിയില്ലാത്ത ഏകാന്തതയിൽ, അറുതിയില്ലാത്ത പ്രളയ കാറ്റിൽ കാലൂന്നി നിൽക്കാൻ മാത്രം സ്ഥലമുള്ളിടത്ത് ജീവിതം മുഴുവൻ 10,000 വർഷങ്ങൾ അനന്തകാലത്തോളം പെട്ടെന്ന് മരിക്കാതിരുന്നാൽ മതി. ജീവൻ, ജീവൻ, അതുമാത്രം. എന്തൊരു മനസ്സാണിത്! അന്ന അങ്ങനെ അത്ഭുതം കൂറി നിൽക്കുമ്പോൾ ദസ്തേവ്സ്കി പറഞ്ഞു, നമ്മുടെ ജീവിതവും മരണവും ഒക്കെ നമ്മുടെ ഹൃദയത്തിനകത്താണ്. അന്നയ്ക്കറിയാമോ, ഞാൻ ഇതുവരെ ജീവിച്ചത് എൻ്റെ ഹൃദയത്തിലാണ്. എൻ്റെ ഇനിയുള്ള ജീവിതവും അങ്ങനെയായിരിക്കും. അവൾക്ക് അതിൻ്റെ അർത്ഥം മുഴുവൻ മനസ്സിലായില്ല. ഒരിടത്ത് വഴി പിരിയുന്നിടത്തെത്തിയപ്പോൾ ദസ്തേവ്സ്കി നിന്നു. നാളെ നേരത്തെ വരണം. നമ്മളിപ്പോൾ യാത്ര പറയുകയാണ്. ഉള്ളത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ കാപട്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. വഴിവക്കിൽ വെച്ച് സമയം എന്തായെന്ന് ചോദിക്കുന്ന അപരിചിതനോട് പോലും പിന്നെയാണോ അന്നയോട് കടം തരാൻ സന്മനസ്സുള്ള ഒരു സ്നേഹിതനെ കണ്ടു കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ദിവസം പാഴായി പോകും. ഇങ്ങനെ ഒരു അത്ഭുത മനുഷ്യനെ ജീവിതത്തിൽ ആദ്യം കാണുകയാണെന്ന് തോന്നി അന്നയ്ക്ക്. 1-2 ദിവസത്തെ പരിചയം മാത്രമുള്ള തീർത്തും അന്യയായ ഒരു പെണ്ണിനോട് എന്തൊക്കെയാണ് പറഞ്ഞത്? അത്ര വിശ്വാസം തോന്നിയിട്ടുണ്ടാവും. അതോർത്തപ്പോൾ അന്നയ്ക്ക് സ്വല്പ അഭിമാനവും തോന്നി. അടുത്ത നിമിഷം അവളുടെ മനസ്സിടിഞ്ഞു. വഴിവക്കിൽ വെച്ച് സമയം എന്തായെന്ന് ചോദിക്കുന്ന അപരിചിതനോടും ഇതൊക്കെ പറയുമോ? ഇത്ര ഹൃദയം തുറന്ന്? അധ്യായം 5. എഴുതാൻ പോകുന്ന ചൂതാട്ടക്കാരൻ്റെ കഥയ്ക്ക് ഒരു തുടക്കം കണ്ടുപിടിക്കാൻ അർദ്ധരാത്രി വരെ എഴുത്തുമേശയ്ക്കരികിൽ ദസ്തേവ്സ്കി ഉറക്കമിളച്ചു. ഏതാണ്ടൊരു ധ്യാനം പോലെയായിരുന്നു അത്. പ്രക്ഷുബ്ധമായ മനസ്സ് ഏകാന്തമായ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ആ നിമിഷത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. ഒരു ചൂതാട്ടക്കാരൻ്റെ കഥ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജീവിതത്തിൻ്റെ ആകസ്മികതകളെ നേരിടുന്ന ഒരാളിൻ്റെ മനസ്സ്. തൻ്റെ ദൈന്യം നിറഞ്ഞ അവസ്ഥയിൽ ഒരു മനുഷ്യന് പിണയുന്ന അബദ്ധങ്ങൾ, അവന് സംഭവിക്കുന്ന തോൽവികൾ, അവൻ സഹിക്കുന്ന അപമാനങ്ങൾ, അവൻ്റെ സ്വപ്നങ്ങൾ, നിരാശകൾ, ദുഃഖങ്ങൾ, അതിൻ്റെ കൂടെ ലാഭനഷ്ടങ്ങളുടെ വിധി തുലാസിൽ തൂങ്ങുന്ന നിമിഷങ്ങളുടെ വിക്ഷുബ്ധതയും ലഹരിയും പിരിമുറുക്കവും. ഉത്കടമായ പ്രേമത്തിൻ്റെ വികാരമൂർച്ച പോലെ എന്തോ ഒന്ന് ചൂതുകളിയിലുമുണ്ട്. അല്ലെങ്കിൽ വിധിയുമായുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ടും അതിനെ കണക്കാക്കിയാലെന്ത്? ജീവിതം കൊണ്ട് ഒരാൾ ചൂത് കളിക്കുന്നു. തൻ്റെ നിസ്സഹായതയും ചൂതാട്ടത്തോടുള്ള ഭ്രമവും പകുത്തുകൊടുത്ത് കഥാനായകനായ അലക്സി ഇവാനോവിച്ചിനെ ദസ്തേവ്സ്കി പൂർണ്ണരൂപത്തിൽ സങ്കല്പിച്ചു. കഥാനായികയുടെ സ്ഥാനത്ത് പോളിനയെ നിർത്തിയപ്പോൾ അവളെ സംബന്ധിച്ച യാഥാർത്ഥ്യങ്ങൾക്ക് കുറച്ചു മാറ്റം വരുത്തുകയാണ് ഭംഗിയെന്ന് തോന്നി. ഹൃദയത്തെ മുറിപ്പെടുത്തുകയും നോവിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവളുടെ സ്നേഹം ഗാഢവും തീക്ഷ്ണവുമായിരുന്നു. അതെങ്ങനെ മറക്കും? പൊട്ടലുകൾ വീണ ഹൃദയത്തിൻ്റെ അടിയിൽ ആ ഓർമ്മകളും കിടക്കുന്നു. വ്യക്തികളെയും യാഥാർത്ഥ്യങ്ങളെയും കഥയിൽ കൊണ്ടുവരുമ്പോൾ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു മറുപുറം കാണിക്കുകയാണ് നല്ലതെന്ന് ദസ്തേവ്സ്കി തീരുമാനിച്ചു. യാഥാർത്ഥ്യത്തിൻ്റെ മറുപുറം എന്ന് പറയുമ്പോൾ അയഥാർത്ഥമെന്നല്ല വിവക്ഷ, മറ്റൊരു ഭാവകൽപ്പനയിൽ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പോൾ കഥ എങ്ങനെ? പോളിന തൻ്റെ കുട്ടികളെയും കൊണ്ട് റെലറ്റൻബർഗിലേക്ക് പോയപ്പോൾ അലക്സി ഇവാനോവിച്ചും അവളെ അനുഗമിക്കുന്നു. അവിടെ ഒരു സത്രത്തിൽ 3-ാം നിലയിൽ ഒരു ജനറൽ താമസിക്കുന്നുണ്ട്. അയാളും മറ്റുള്ളവരെ പോലെ റെലറ്റൻബർഗിൽ ചൂതു കളിക്കാൻ വന്നതാണ്. തുടരെയുള്ള തോൽവികൾ കൊണ്ട് ജനറൽ ആകെ പൊളിയുന്നു. എങ്കിലും അയാൾ നിരാശപ്പെടുന്നില്ല. മോസ്കോവിലുള്ള പ്രായമായ മുത്തശ്ശി ഒന്ന് ചത്തുകിട്ടിയാൽ അയാൾക്ക് ലക്ഷക്കണക്കിന് റൂബിൾ കിട്ടും. അത് കിട്ടിയിട്ട് വേണം കടങ്ങളൊക്കെ വീട്ടാനും ഫ്രഞ്ച് സുന്ദരിയായ മിസ് ബ്ലാൻച്ചിയെ വിവാഹം കഴിക്കാനും. വേറെയും കുറേ പേർ ആ സത്രത്തിൽ താമസിക്കുന്നുണ്ട്. മരിയ ഫിലിപ്പോവ്ന, ആസ്റ്റലി, ഫ്രഞ്ചുകാരൻ ഗ്രിഗ്സ്, അവരുടെ കൂട്ടത്തിലാണ് പോളിനയും അലക്സിയും തങ്ങുന്നത്. എന്തു സഹായത്തിനും പോളിനയ്ക്ക് അലക്സി വേണം. ആഭരണങ്ങൾ പണയം വെച്ച് കൊണ്ടുവരാനും അവൾക്ക്
പകരം ചൂത് കളിച്ച് പണം നേടിക്കൊടുക്കാനും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ കൂട്ടിനും. പോളിനയോടുള്ള അഗാധമായ സ്നേഹം കൊണ്ട് അലക്സി അതെല്ലാം സന്തോഷത്തോടെ ചെയ്യുന്നു. പക്ഷെ അവൾ എന്താണ് ചെയ്യുന്നത്? സ്നേഹിക്കുകയും അതേസമയം തന്നെ അകന്നു പോകുകയും. തന്നെ അവൾ ചിലപ്പോൾ ഒരു കോമാളിയുടെ വേഷം കെട്ടിക്കുന്നുണ്ടെന്നും അയാൾക്ക് തോന്നുന്നുണ്ട്. സ്നേഹത്തിൻ്റെ പേരിൽ എല്ലാം നിശബ്ദം സഹിക്കുകയാണ്. ആശിപ്പിച്ചും നിരാശപ്പെടുത്തിയും കഷ്ടപ്പെടുത്തിയുമുള്ള ഈ സ്നേഹം എന്തൊരു സ്നേഹമാണ്! അതും പോരാഞ്ഞിട്ട് ഈ ഇംഗ്ലീഷുകാരൻ ആസ്റ്റ്ലെയും ഫ്രഞ്ചുകാരൻ ഗ്രിഗ്സും രഹസ്യമായി പോളിനയെ സ്നേഹിക്കുന്നുണ്ടെന്നറിയുമ്പോൾ അലക്സിയുടെ സ്നേഹത്തിന് ആദി പിടിക്കുന്നു. അലക്സി ഒരിക്കൽ പോളിനയോട് പറഞ്ഞു, അവൾ പറഞ്ഞാൽ ഷ്ലോങ്ങൻബർഗിന് മുകളിൽ നിന്ന് താഴെ ഗർത്തത്തിലേക്ക് ചാടാമെന്ന്. ഏതാണ്ട് 1000 അടി താഴ്ചയിലേക്ക്. തൻ്റെ സ്നേഹം വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ പോളിന പറയുന്നു, ഒരു ദിവസം അവൾ അതിന് സമ്മതിക്കുമെന്ന്. കാട്ടിക്കൊതിപ്പിച്ച് പിൻവലിക്കുന്ന അവളുടെ സ്നേഹം കാണുമ്പോൾ കൊല്ലാൻ തോന്നും അവളെ, ശ്വാസം മുട്ടിച്ച്. അങ്ങനത്തെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അലക്സി വിചാരിക്കുന്നു, മൂർച്ചയുള്ള ഒരു കത്തി പിടിവരെ ഹൃദയത്തിൽ കുത്തി ഇറക്കി കൊല്ലണം അവളെ. ഒരു ദിവസം താനത് ചെയ്യും. സന്തോഷത്തോടെ തൻ്റെ ഹൃദയാഭിലാഷങ്ങൾ. അവൾ മനസ്സിലാക്കാത്തത് എന്താണ്? പെട്ടെന്ന് പോളിന സുസ്ലോവയുടെ ഇരുണ്ട മുഖം ദസ്തേവ്സ്കിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഓർമ്മകളിൽ പച്ച കെടാതെ നിൽക്കുന്ന ഇന്നലെകൾ. സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും മുൻകൈയെടുക്കാൻ കഴിയാത്ത ഹൃദയ ദൗർബല്യങ്ങളുമായി താൻ അകന്നു മാറിയപ്പോൾ അവളാണ് സ്നേഹവും ആരാധനയും കൊണ്ട് അടുത്തു വന്നത്. ആദ്യം തന്നെ തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച യാഥാർത്ഥ്യങ്ങൾ അവളെ ധരിപ്പിച്ചു. ഒരു ചെറിയ രഹസ്യം പോലും ബാക്കി വയ്ക്കാതെ. വയസ്സ് 40 കഴിഞ്ഞു. എനിക്ക് സ്നേഹിച്ച ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ഭാര്യയുണ്ട്. ദരിദ്രനാണ്, മറ്റുള്ളവരുടെ കണ്ണിൽ നിസ്സാരൻ, നിന്ദ്യൻ. നീ പിന്നെ എന്തു കണ്ടിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്? അതൊന്നും ഒരു തടസ്സമായി തോന്നിയില്ല അവളുടെ സ്നേഹത്തിന്. ഏകാന്തതയിൽ വെച്ചുള്ള കണ്ടുമുട്ടലുകൾ അവരുടെ ഹൃദയങ്ങളെ കൂടുതൽ അടുപ്പിച്ചു. ദിവസം തോറും ആ സ്നേഹത്തിൻ്റെ ആഴവും പിരിമുറുക്കവും വർദ്ധിച്ചു വന്നു. ആദ്യത്തെ സങ്കോചമൊക്കെ തീർന്നു ദസ്തോവ്സ്കി ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നീർക്കാങ്കുഴിയിട്ടു. ദസ്തോവ്സ്കിക്ക് ആ സ്നേഹം പിന്നെ ആത്മാവിൻ്റെ ക്ഷുത്തോ പിപാസയോ ഒക്കെ ആയി തീർന്നു. അനേകം നൂറ്റാണ്ടുകളായി ഏതോ ഗുഹയുടെ ഇരുളിൽ ക്ഷുത്പിപാസകൾ സഹിച്ചു കിടന്ന രാക്ഷസൻ ഒരു ഊട്ടുപുരയിൽ കിടന്നാൽ എങ്ങനെയോ അങ്ങനെയായിരുന്നു ദസ്തോവ്സ്കിയുടെ സ്നേഹം. വെറുതെ സങ്കല്പിക്കുക, വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ ഒരാൾ ചോദിക്കുന്നു, എന്താണ് സ്നേഹം? അരനിമിഷം പോലും ആലോചിക്കുവാൻ നിൽക്കാതെ ദസ്തേവ്സ്കി ഉത്തരം പറയുന്നു, സ്നേഹമെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉത്സവമല്ലാതെന്ത്? സ്നേഹത്തിന് ഒരു സ്വാർത്ഥതയുണ്ട്. താൻ സ്നേഹിച്ചതിനെ തനിക്ക് തന്നെ വേണം മുഴുവനായിട്ട്. ഒരു ഘട്ടത്തിൽ പോളിന ചോദിച്ചു, സ്നേഹമെന്ന് പറഞ്ഞിട്ട് എന്നെ എന്തുകൊണ്ട് ഹൃദയത്തിന് പുറത്തു നിർത്തുന്നു? ഞാൻ ആരാണെന്നാണ് വിചാരിക്കുന്നത്? സ്നേഹിക്കാൻ വാടകയ്ക്കെടുത്ത പെണ്ണോ അതോ അടിമയോ? എന്തിനാണ് ഇതൊരു ഒളിച്ചുകളിയാക്കി തീർക്കുന്നത്? ക്രുദ്ധമായ ആ ചോദ്യങ്ങൾ ദസ്തോവ്സ്കിക്ക് ഉള്ളിൽ ഒരു നടുക്കമുണ്ടാക്കി. ഞാനൊന്നും ഒളിക്കുന്നില്ല. എൻ്റെ ഈ സ്നേഹം ലോകം മുഴുവൻ അറിഞ്ഞോട്ടെ, ഒരാളൊഴിച്ച്. പാവം ഏരിയ, മരണം കാത്തു കിടക്കുന്ന അവൾക്കത് സഹിക്കാൻ കഴിയുമോ? പോളിന പുച്ഛത്തോടെ ചിരിച്ചു. അത്രയേറെ കഷ്ടപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മനസ്സ് ചായുന്നത് അങ്ങോട്ട്. ഞാനെന്താ ഭിക്ഷയാചിച്ച് പുറകെ നടക്കുന്നവളാണോ? അങ്ങനെയാണോ വിചാരിച്ചത്? അതോ വന്നു മുട്ടുമ്പോൾ വാതിൽ തുറക്കാൻ കാത്തിരിക്കുന്നവളായിട്ടോ? അത്ര ഗതി കെട്ടിട്ടൊന്നുമില്ല എൻ്റെ സ്നേഹവും. അതുകൊണ്ട് ആരുടെയെങ്കിലും പുറകെ ഒളിച്ചും പാത്തും നടക്കാൻ ഞാനില്ല. നമ്മളിവിടെ വെച്ച് യാത്ര പിരിയുകയാണ്. മുമ്പ് സ്നേഹവും ആരാധനയും കൊണ്ട് സ്വയം സമർപ്പിക്കാൻ വന്ന പെണ്ണല്ല പോളിന ഇപ്പോൾ മുറിവേറ്റ ഒരു വന്യമൃഗം. അവളുടെ ഇരുണ്ടതും സ്നേഹശൂന്യവുമായ മുഖത്തിൻ്റെ ഓർമ്മ ദസ്തേവ്സ്കിയെ ഇളക്കിമറിച്ചു. അരണ്ട നിലാവും നേർത്ത മഞ്ഞുമുള്ള ഒരു രാത്രി. മരക്കൊമ്പുകൾക്കിടയിലൂടെ നിലാവ് പെയ്യുന്നു. വിജനമായ വഴി.
വിദൂരങ്ങളിലേക്ക് നീണ്ടുപോകുന്നു. മങ്ങിക്കത്തുന്ന തെരുവ് വിളക്കുകളുടെ ഇരുണ്ട വെളിച്ചത്തിലൂടെ ദസ്തേവ്സ്കി എങ്ങോട്ടെന്ന് ഇല്ലാതെ നടന്ന് കത്തീഡ്രലിന് മുന്നിലെത്തിയപ്പോൾ അവിടെ വഴിയരികിലെ തണൽ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ടായിരുന്ന കിഴവനെക്കുറിച്ച് ഓർത്തു. ആ കിഴവനുമായി ഒരു സ്നേഹബന്ധം ഉറച്ചു വരികയായിരുന്നു. ഇപ്പോൾ കിഴവൻ എവിടെയായിരിക്കും? കുറേ ദിവസം തന്നെ കാണാതിരുന്നപ്പോൾ താൻ എവിടെ പോയെന്ന് കിഴവൻ ചിന്തിച്ചിട്ടുണ്ടാകുമോ? ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ വഴിയിൽ ഒരു പുതിയ പരിചയക്കാരനെ കിട്ടുന്നത് ഏതാണ്ടൊരു സാന്ത്വനം പോലെയാണ്.